ഇനിയിപ്പം പുറത്തേക്കൊക്കെ പോയി വർക്ക് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ലൈസൻസിങ് ഒക്കെ വേണ്ട കോഴ്സുകളുണ്ടല്ലോ. അതായത് നേഴ്സിംഗ്, അതായത് കൺട്രിയിൽ നമുക്ക് ലൈസൻസിങ് വേണ്ട പ്രോഗ്രാംസ്. ഫോർ എക്സാമ്പിൾ നമുക്ക് നേഴ്സിംഗ് വേണം, പിന്നെ അതേപോലെ തന്നെ ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ്, ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചില പ്രോഗ്രാംസ് വരുന്നുണ്ട്. പിന്നെ അങ്ങനെയുള്ള പ്രോഗ്രാംസൊക്കെ നിങ്ങൾ പഠിക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുറത്തുള്ള കൺട്രിയിൽ തന്നെ പോയി ചെയ്യാനായിട്ടാണ് കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുക. കാരണം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇവിടെ പഠിക്കുന്നു, ഇവിടെ കുറച്ച് എമൗണ്ട് മുടക്കിയാണ് നിങ്ങൾ പഠിക്കുന്നത്. ആ ടൈമിൽ നമ്മൾ പഠിക്കുക മാത്രമേ ഉള്ളൂ, പാർട്ട് ടൈം ഒന്നും ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. സോ അതുകൊണ്ട് തന്നെ പിന്നെ 4 വർഷം നമ്മളിവിടെ പഠിക്കും, അല്ലെങ്കിൽ 3 വർഷം നമ്മളിവിടെ പഠിക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ലൈസൻസിങ് ചെയ്യാനായിട്ടും അതായത് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ടും പിന്നെ ഒരു ജോബൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പുറത്തേക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം അത് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. ലൈസൻസിങ് വരുന്ന പ്രോഗ്രാംസ് ആണെങ്കിൽ നമ്മുടെ സോഷ്യൽ വർക്ക് പോലെയുള്ള പ്രോഗ്രാംസ് അതിൽ പെടുന്നതാണ്. അതൊക്കെ എടുക്കാനായിട്ട് താല്പര്യപ്പെടുന്ന കുട്ടികളാണ്, പുറത്തൊക്കെ പോയി വർക്ക് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്ന കുട്ടികളാണെങ്കിൽ ബാച്ചിലേഴ്സ് തന്നെ നമ്മൾ പുറത്തേക്ക് നോക്കുന്നതാണ്. ഒരുപാട് കൺട്രീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പം നമ്മളിപ്പം ബാംഗ്ലൂരൊക്കെ പോയി പഠിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിലുള്ള കുട്ടികൾ ഇപ്പോൾ ബാംഗ്ലൂരോ തമിഴ്നാട്ടിലോ ഒക്കെ പോയി പഠിക്കുന്ന അതേ ഫീസിൽ തന്നെ യൂറോപ്പിൽ പല കൺട്രീസിലും അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ജോർജിയ, മാൾട്ട, പിന്നെ അതേപോലെ തന്നെ സ്പെയിൻ, ഗ്രീസ് പോലെയുള്ള കൺട്രീസിലൊക്കെ അതേ ട്യൂഷൻ ഫീസൊക്കെ വരുന്നുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം UK പോലെയുള്ള കൺട്രീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്യൂഷൻ ഫീസ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കാനായിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ US സ്റ്റെം പ്രോഗ്രാംസ് നമുക്ക് ഇൻറ്റേൺഷിപ്പോട് കൂടിയിട്ട്, പെയ്ഡ് ഇൻറ്റേൺഷിപ്പോട് കൂടിയിട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. വിസ വന്നതിന് ശേഷം മാത്രം, വിസ അപ്രൂവൽ ആയതിനു ശേഷം മാത്രം പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റീസും അവൈലബിൾ ആണ്. അപ്പം കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങളൊരു, ഇപ്പം നിങ്ങൾക്ക് ടൈമുണ്ട് അല്ലേ, നിങ്ങൾ എക്സാമിന് റിസൾട്ടൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുട്ടികളായിരിക്കും അല്ലേ. അപ്പം ഇപ്പം നിങ്ങൾക്ക് ടൈമുണ്ട്, മാക്സിമം ഇൻഫർമേഷൻസ് പല സോഴ്സിൽ നിന്നും കളക്ട് ചെയ്തതിന് ശേഷം മാത്രം ഒരു ഡിസിഷൻ എടുക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.